നമസ്കാരം. മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ പാട്ടിൽ നമ്മൾ ബേസിക് ഓഫ് കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറൊക്കെയാണ് പറഞ്ഞത്. ജനറേഷൻസ് ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷണൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് യൂണിറ്റ്, CPU ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇൻപുട്ട് യൂണിറ്റിനെ പറ്റി പഠിക്കണം. ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. അതായത് റിസീവ്സ് ഡേറ്റ ഫോർ പ്രോസസ്സിങ്. നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ട ഡേറ്റാസിനെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് കീബോർഡാണ്. കീബോർഡ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റഫർ ഷോൾസ് ആണ്. അപ്പോൾ ഇൻവെൻറ്റർ എന്ന് പറയുന്നത് കീബോർഡ് ഇൻവെൻറ്റ് ചെയ്തത് ആരാണ്? ക്രിസ്റ്റഫർ ഷോൾസ് ആണ്. പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ അതും കീബോർഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റാസ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസാണ് കീബോർഡ് എന്ന് പറയുന്നത്. ഈ കീബോർഡ് തന്നെ വേരിയസ് ടൈപ്പ് ഉണ്ട്. കൊട്ടി കീബോർഡ് ഉണ്ട്, അസർട്ടി കീബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഡൊറാക് കീബോർഡ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല ടൈപ്സിലുള്ള കീബോർഡ്സ് അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടർ കീബോർഡ് എന്ന് പറയുന്നത് കൊട്ടി കീബോർഡാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൊട്ടി ടൈപ്പ് റൈറ്ററിൽ യൂസ് ചെയ്തിട്ടുള്ള കീബോർഡാണ്. അതേ അലൈൻമെൻ്റ് ആണുള്ളത്. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടർ കീബോർഡ് എന്ന് പറയുന്നത് കൊട്ടി ആണ്. ഇനി നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ പല തരത്തിലുള്ള കീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കീസ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് ആൽഫ ന്യൂമറിക് കീസ് ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സും, ന്യൂമറിക് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സും. അപ്പോൾ ആൽഫ ന്യൂമറിക് കീസിൽ മെയിനായിട്ടും വരുന്നത് നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ A to Z, A മുതൽ Z വരെയുള്ള ലെറ്റേഴ്സ്, അത് ക്യാപിറ്റൽ ലെറ്റർ ആയാലും സ്മോൾ ലെറ്റർ ആയാലും A to Z ലെറ്റേഴ്സ് വരും. അതുപോലെ തന്നെ ന്യൂമറിക്, അതായത് നമ്പേഴ്സ് 0 to 9, ഇത്രയുമാണ് ആൽഫ ന്യൂമറിക് കീസിനകത്ത് വരുന്നത്. ഇനി രണ്ടാമത്തെ കീസ് എന്ന് പറയുന്നത് ഫങ്ഷൻ കീസ് ആണ്. അതായത് നമ്മുടെ കുറച്ച് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീസാണ് ഫങ്ഷണൽ കീസ്. ഈ ഫങ്ഷണൽ കീസ് എന്ന് പറയുന്നത് F1 മുതൽ F12 വരെയാണ്. നമ്മുടെ കീബോർഡിൻ്റെ മുകളിൽ നമുക്ക് കാണാം F1, F2, F3 എന്ന് പറയുന്ന F12 വരെയുള്ള കീസ് ഉണ്ട്. ഇതാണ് ഫങ്ഷൻ കീസ്. അപ്പോൾ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എത്ര ഫങ്ഷൻ കീസ് ആണ് നമ്മുടെ കീബോർഡിൽ ഉള്ളത്? ടോട്ടൽ 12 ഫങ്ഷണൽ കീസ് ആണ് നമ്മുടെ കീബോർഡിനകത്തുള്ളത്. ഇനി അടുത്ത മൂന്നാമത്തെ ടൈപ്പ് കീസ് എന്ന് പറയുന്നത് നാവിഗേഷൻ കീസാണ്. അതായത് നമ്മുടെ കഴ്സറിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീസാണ് നാവിഗേഷൻ കീസ് എന്ന് പറയുന്നത്. അതായത് ആരോ കീസ് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ, അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് എല്ലാം മൂവ് ചെയ്യാം. ഹോം കീ, അതായത് നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ഫസ്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ് ഹോം കീ യൂസ് ചെയ്യുന്നത്. എൻഡ് അറിയാമല്ലോ, എൻഡിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ പേജ് അപ്പ് ആൻഡ് പേജ് ഡൗൺ, മുകളിലെ പേജിൽ താഴത്തെ പേജിൽ പോകാൻ വേണ്ടിയിട്ട് പേജ് അപ്പ് ആൻഡ് പേജ് ഡൗൺ. അപ്പോൾ ഇത്രയുമാണ് നാവിഗേഷൻ കീസ് എന്ന് പറയുന്നത്. ആരോ കീസ്, ഹോം കീ, എൻഡ്, പേജ് അപ്പ് ആൻഡ് പേജ് ഡൗൺ. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഫോർമാറ്റിംഗ് കീസാണ്. ഫോർമാറ്റിംഗ് കീസിൽ വരുന്നത് സ്പേസ് ബാർ, ടാബ്, റിട്ടേൺ ആൻഡ് എൻ്റർ. ഇത്രയുമാണ് ഫോർമാറ്റിംഗ് കീസായിട്ട് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? സ്പേസ് ബാർ, ടാബ്, റിട്ടേൺ ആൻഡ് എൻ്റർ കീയാണ് ഫോർമാറ്റിംഗ് കീസ്. അടുത്തതെന്ന് പറഞ്ഞാൽ മോഡിഫയർ കീസാണ്. ഇതെന്ന് പറയുന്നത് ഒരു കീയുടെ എഫക്റ്റിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ മോഡിഫയർ കീസ് എന്ന് പറയും. അതായത് ഷിഫ്റ്റ്, കൺട്രോൾ, ആൾട്ട്, ഇത് മൂന്നുമാണ് മോഡിഫയർ കീസായിട്ട് അറിയപ്പെടുന്നത്. അടുത്തത് സ്പെഷ്യൽ പർപ്പസ് കീ ആണ്. ഹെൽപ്പ്, ഡിലീറ്റ് ആൻഡ് ബാക്ക് സ്പേസ്, ഇത് മൂന്നുമാണ് സ്പെഷ്യൽ പർപ്പസ് കീസ് എന്നറിയപ്പെടുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ടോഗിൾ കീസാണ്. നമ്മുടെ ക്യാപ്സ് ലോക്ക് ആൻഡ് നം ലോക്ക്, ഇത് രണ്ടുമാണ് ടോഗിൾ കീസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, കീബോർഡിനകത്തുള്ള ലാർജസ്റ്റ് കീ ഏതാണെന്ന്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഏതായിരിക്കും? സ്പേസ് ബാർ ആണ് കീബോർഡിനകത്ത് കാണപ്പെടുന്ന ലാർജസ്റ്റ് കീ. ഇനി രണ്ടാമത്തെ ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ മൗസ് ആണ് അടുത്ത ഇൻപുട്ട് ഡിവൈസ്. അപ്പോൾ മൗസ് എന്ന് പറയുന്നത് ഒരു പോയിൻറ്റിംഗ് ഓർ ഡ്രോ ഡിവൈസ് ആണ്. എവിടെയെങ്കിലും ഒന്ന് പോയിന്റ് ചെയ്യാനോ ഡ്രോ ചെയ്യാനോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
മൗസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മിക്കി ആണ്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മിക്കി ആണ് യൂണിറ്റ് ഓഫ് മൗസ്. അതുപോലെ തന്നെ മൗസ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഡഗ്ലസ് സി എംഗൽബർട്ട് ആണ് മൗസ് കണ്ടുപിടിച്ചത്. സിറോക്സ് സ്പാർക്ക് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി വയർലെസ് മൗസ് വർക്ക് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണെന്ന് ചോദിച്ചാൽ ഇൻഫ്രാറെഡ് റേസിൻ്റെ ബേസിലാണ് വയർലെസ് മൗസ് വർക്ക് ചെയ്യുന്നത്. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ദ ബ്ലിങ്കിങ് സിമ്പിൾ ഓൺ ദ സ്ക്രീൻ, അതായത് സ്ക്രീനിൽ കാണപ്പെടുന്ന ആ ബ്ലിങ്കിങ് സിമ്പിൾ ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നത്? കഴ്സർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കഴ്സറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്യുന്ന ക്യാരക്ടറിന് മുന്നേ ഇരിക്കുന്നത് എന്താണ്? കഴ്സറാണ്. അപ്പോൾ ഈ ബ്ലിങ്കിങ് സിമ്പിൾ, സ്ക്രീനിൽ കാണപ്പെടുന്ന ബ്ലിങ്കിങ് സിമ്പിളിനെ അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? കഴ്സർ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇനി മൗസിൻ്റെ ബട്ടൺസ് ഉണ്ട്, പല രീതിയിലുള്ള ആക്ഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി സിംഗിൾ ലെഫ്റ്റ് ക്ലിക്ക്, അപ്പോൾ ലെഫ്റ്റ് ബട്ടൺ ഉണ്ട്. ലെഫ്റ്റ് ബട്ടണിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? സെലക്ട് ആൻ ഐറ്റം, ഒരു ഐറ്റത്തെ സെലക്ട് ചെയ്യണമെങ്കിൽ സിംഗിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഡബിൾ ക്ലിക്ക് ആണെങ്കിൽ, ലെഫ്റ്റ് ബട്ടൺ 2 വട്ടം ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഓപ്പൺ എ വിൻഡോ ഓർ ഫയൽ, ഏതെങ്കിലും ഒരു ഫയലോ വിൻഡോയോ ഓപ്പൺ ആകും. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, അതായത് ഒരു പ്ലേസിൽ നിന്നും ഒരു വേർഡിനെയോ ക്യാരക്ടറിനെയോ ഏതെങ്കിലും ഒരു ഐറ്റത്തെ നമുക്ക് മൂവ് ചെയ്ത് മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്നാണ് പറയുന്നത്. ഒരിടത്ത് നിന്ന് ഡ്രാഗ് ചെയ്ത് മറ്റൊരിടത്ത് കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. ഇനി അടുത്തതെന്ന് പറയുന്നത് സിംഗിൾ റൈറ്റ് ക്ലിക്കാണ്. റൈറ്റ് ബട്ടൺ ഒരു വട്ടം ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ എ മെനു ഫോർ ആൻ ഐറ്റം, ആ ഒരു ഐറ്റത്തിൻ്റെ മെനൂസ് ഓപ്പൺ ആയി വരും. ഇനി അടുത്തുള്ളത് സ്ക്രോൾ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് സ്ക്രോൾ ബട്ടൺ? നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലോട്ടും താഴോട്ടും ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിച്ചിട്ട് മൂവ് ചെയ്യുന്ന ബട്ടണാണ് ഏത്? സ്ക്രോൾ ബട്ടൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ടച്ച് പാഡ്. ടച്ച് പാഡും ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. അതായത് നമ്മുടെ പോർട്ടബിൾ കമ്പ്യൂട്ടർ പോലെയുള്ള ലാപ്ടോപ്പിലൊക്കെ നമ്മൾ പോയിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ടച്ച് പാഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫിംഗർ വെച്ച് ടച്ച് ചെയ്തിട്ടാണ് ഇത് വർക്ക് ആകുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ട്രാക്ക് ബാൾ ആണ്. ഇതും ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. ഈ ഡിവൈസിൻ്റെ മുകളിൽ ഒരു ബോൾ കാണും. ആ ബോള് ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്തിട്ടാണ് ഇതിനെ മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഒരു ബോൾ വെച്ചിട്ടാണ് ട്രാക്ക് ബോൾ വർക്ക് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് ജോയ്സ്റ്റിക് ആണ്. ഇതും ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. നമ്മൾ ഗെയിം പ്ലേ ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ് ജോയ്സ്റ്റിക്ക്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലൈറ്റ് പെൻ ആണ്. ഇത് നമുക്ക് സ്ക്രീനിൽ ഡയറക്റ്റ് നമുക്ക് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പെന്നാണ് ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് റെയിൽവേയിലും എയർലൈൻസിലും അതുപോലെ തന്നെ ഡോക്ടേഴ്സും ഡെന്റിസ്റ്റും ഒക്കെയാണ് ഈ ലൈറ്റ് പെൻ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. ഇതും ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. നമ്മളിപ്പോൾ ഇൻപുട്ട് ഡിവൈസസിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ സ്കാനറാണ്. അതായത് പേപ്പർ ഡോക്യുമെൻറ്റിനെ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കാനർ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഹാർഡ് കോപ്പിയെ സോഫ്റ്റ് കോപ്പിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന പേപ്പർ ഡോക്യുമെൻറ്റിനെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കണമെങ്കിൽ, നമുക്കിപ്പോൾ ഒരു ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിലുണ്ട്, അതിനെ നമുക്ക് ഇമെയിൽ വഴി മറ്റൊരാൾക്ക് സെൻഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ പേപ്പറിനെ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും. അപ്പോൾ ഇൻപുട്ട് ആണല്ലോ ചെയ്യുന്നത്. അതാണ് പേപ്പർ ഡോക്യുമെന്റിനെ ഇലക്ട്രോണിക് ഫോർമാറ്റിലാക്കുക. അല്ലെങ്കിൽ ചോദിക്കും ഹാർഡ് കോപ്പിയെ സോഫ്റ്റ് കോപ്പി ആക്കാൻ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? സ്കാനറാണ്. സ്കാനർ മെയിനായിട്ട് 3 ടൈപ്പാണുള്ളത്. ഫ്ലാറ്റ് ബെഡ് സ്കാനർ ഉണ്ട്, ഹാൻഡ് ഹെൽഡ് സ്കാനർ ഉണ്ട്, അതുപോലെ തന്നെ ഡ്രം സ്കാനർ ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത് OCR ആണ്, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. അതായത് ഒരു സ്കാൻഡ് ഇമേജസിനെ വേർഡ് പ്രോസസ്സിംഗ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് OCR യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കൺവേർട്ട് എ ക്യാരക്ടർ ഇൻറ്റു ആസ്കി കോഡ്. ഒരു ക്യാരക്ടറിനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി കോഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. ഓരോ ക്യാരക്ടറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി കോഡുണ്ട്. ആസ്കി കോഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്നാണ്. അപ്പോൾ ആസ്കി കോഡിലോട്ട് ഒരു ക്യാരക്ടറിനെ കൺവേർട്ട് ചെയ്യാനാണ് OCR യൂസ് ചെയ്യുന്നത്. അടുത്ത OMR, അത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. OMR PSC എക്സാം എഴുതിയിട്ടുള്ള എല്ലാവർക്കും അറിയാം OMR ഷീറ്റ്. അപ്പോൾ ഈ OMR ഷീറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ റീഡബിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ റീഡബിൾ ആയിട്ടുള്ള
പേപ്പറിലുള്ള മാർക്സിനെ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് OMR അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പെൻസിലോ പേനയോ വെച്ച് ഒരു പേപ്പറിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മാർക്കിനെ റീഡ് ചെയ്യാനാണ് OMR യൂസ് ചെയ്യുന്നത്. അതും ഒരു ഇൻപുട്ട് ഡിവൈസാണ്. അടുത്തേന്ന് പറഞ്ഞാൽ ബാർകോഡ് റീഡറാണ്. അതായത് ബാർകോഡിനെ പ്രിന്റ് ചെയ്തിരിക്കുന്ന ബാർകോഡിനെ റീഡ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസാണ് ബാർകോഡ് റീഡർ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ ഓരോ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് ബില്ലടിക്കാൻ കൊടുക്കുമ്പോൾ അവർ ഡിവൈസ് വെച്ചിട്ട് അതിൻ്റെ ബാർകോഡ് അതിലേക്ക് കാണിച്ചിട്ട് അതിനെ റീഡ് ചെയ്യും. അതാണ് ബാർകോഡ് റീഡർ. അതായത് ബാർകോഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സ്മോൾ ലൈൻസിനെയാണ് ബാർകോഡ് എന്ന് പറയുന്നത്. ഓരോ പ്രോഡക്റ്റിലും നമ്മൾ കുറേ ലൈൻസ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ലൈൻസിനെയാണ് ബാർകോഡ് എന്ന് പറയുന്നത്. ഓരോ ലൈനിനെയും റെപ്രസെൻ്റ് ചെയ്ത് ഓരോ ആൽഫ ന്യൂമറിക് വാല്യൂസ് കാണും. ഈ ബാർകോഡ് റീഡർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പ് ഓഫ് ലൈൻസിനെ റീഡ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ ന്യൂമറിക് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അത് ഏത് പ്രോഡക്റ്റിനാണ് മാച്ച് ഉള്ളതെന്ന് വെച്ചാൽ ആ പ്രോഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആൽഫ ന്യൂമറിക് വാല്യൂ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാർകോഡ് റീഡർ എന്ന് പറഞ്ഞാൽ പ്രിൻറ്റഡ് ബാർകോഡിനെ റീഡ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് ബാർകോഡ് റീഡർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് MICR ആണ്, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. അപ്പം ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബാങ്കിങ് ഇൻഡസ്ട്രിയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതായത് ചെക്കിനെയൊക്കെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് MICR അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. ഇതിൻ്റെ ഫുൾ ഫോംസും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ അയൺ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇങ്ക് വെച്ചിട്ടാണ് ഈ മാഗ്നറ്റിക് ഇങ്ക് MICRൻ്റെ ക്യാരക്ടേഴ്സിനെ പ്രിൻ്റ് ചെയ്യുന്നത്. അതായത് ചെക്കിൻ്റെ ഏറ്റവും അടിയിൽ ബ്ലാങ്ക് സ്പേസിലായിരിക്കും ചെക്കിൻ്റെ നമ്പർ ഉണ്ടാവുക. അത് നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരു സ്പെഷ്യൽ ഫോർമാറ്റിലാണ് അത് റൈറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന മഷി അയൺ ഓക്സൈഡ് അടങ്ങിയ ഒരു ഇങ്ക് ആയിരിക്കും. അപ്പോൾ ഈ ക്യാരക്ടറിനെ ഇപ്പം നമ്മൾ ആ ചെക്കിനകത്ത് എന്തെങ്കിലും മാർക്ക് ഈ ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ ആ നമ്പറിൻ്റെ മുകളിൽ എന്തെങ്കിലും മാർക്കൊക്കെ വരികയോ സിഗ്നേച്ചറൊക്കെ വരികയാണെങ്കിൽ അതിനെ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ നമ്പേഴ്സിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ MICR എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ബയോമെട്രിക് സെൻസറാണ്. ബയോമെട്രിക് സെൻസർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഐഡൻറ്റിറ്റിയെ ഒതൻറ്റിക്കേറ്റ് ചെയ്യാനോ വെരിഫൈ ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടാണ് ബയോമെട്രിക് സെൻസർ യൂസ് ചെയ്യുന്നത്. അതായത് ഒരാളെ തിരിച്ചറിയാൻ വേണ്ടി ഫിംഗർ പ്രിൻറ്റ്, റെറ്റിന, ഐറിസ് പാറ്റേൺ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരാളെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബയോമെട്രിക് സെൻസർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്പീച്ച് റെക്കഗ്നിഷനാണ്. അതായത് നമ്മൾ പറയുന്ന സ്പോക്കൺ വേർഡ്സിനെ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്പീച്ച് റെക്കഗ്നിഷൻ. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻപുട്ട് ഡിവൈസസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സുകളിൽ തുടരുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് PDF അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് നോട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് ക്ലാസ് എടുക്കാനുള്ള ടൈമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ റഫ് നോട്ട് തയ്യാറാക്കിയിട്ട് നോട്ടുകൾ ഇട്ടിട്ട് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു 12 ദിവസത്തേക്ക് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ടോപ്പിക്കുകൾ തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം പ്ലേലിസ്റ്റ്, വേഡ്, എക്സൽ, പവർ പോയിൻറ്റ്, വർക്കിംഗ്, പ്രാക്ടിക്കലായിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാം ഉണ്ട്. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു.